السلام عليكم ورحمة الله وبركاته. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله السميع العليم من الشيطان الرجيم من همزه ونفخه ونفثه. بسم الله الرحمن الرحيم. ومن أظلم ممن ذكر بآيات ربه ثم أعرض عنها إنا من المجرمين منتقمون. والحمد لله كما هدانا إلى سبيل الحق واجتبانا. أحمده سبحانه وأشكره ومن مساوي عملي أستغفره وأستعينه على نيل الرضا وأستمد لطفه فيما قضى. ആദരവ് നിറഞ്ഞ ബഹുമാന്യനായ സക്കീർ മൗലവി, രക്ഷിതാക്കളെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ ശബ്ദം പരിസര പ്രദേശങ്ങളിലൊക്കെ ശബ്ദത്തിന്റെ പരിധിയിൽ നിന്നൊക്കെ വീക്ഷിക്കുന്ന കേൾക്കുന്ന എല്ലാ നല്ലവരായ ദീനി സ്നേഹികളെ, അല്ലാഹുവിന്റെ വിശുദ്ധരായ മാലാഖമാരുടെ, മലക്കുകളുടെ സാന്നിധ്യമുള്ള ഒരു മഹനീയമായ മജ്ലിസിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നിയ്യത്ത് നന്നാക്കി ഇഖ്ലാസോടുകൂടി നമുക്ക് വേണ്ടിയാണ് നമ്മൾ ഈ സംഘടിച്ചിട്ടുള്ളത് എന്ന ബോധത്തോടുകൂടി ഈ ഇൽമിന്റെ മജ്ലിസിന്റെ ആദ്യാവസാനം പ്രത്യേകമായി വിഷയങ്ങളിൽ ഊന്നി നിന്നുകൊണ്ടുള്ള സംസാരത്തെ ശ്രദ്ധിക്കണേ, അത് സ്വീകരിക്കണേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമതായി, ഒരു ഇൽമിന്റെ മജ്ലിസിൽ ഇരിക്കേണ്ട ചെറിയ മര്യാദ എന്ന് പറയുന്നത് ആ പുറകിലിരിക്കുന്ന നമ്മുടെ ബഹുമാന്യരായ സഹോദരങ്ങളൊക്കെ മുമ്പിലെ കസേരകളിലേക്ക് വന്നിരിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്താം. ആദ്യം വന്നവർക്കുള്ളതാണ് ആദ്യത്തെ കസേര, ലാസ്റ്റ് വരുന്നവർക്കുള്ളതാണ് പിന്നത്തെ കസേര. പടച്ച റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ.
നമ്മൾ ഈ കൂടിയതിനെ, കേൾക്കുന്നതിനെ, പറയുന്നതിനെ പടച്ച റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഗഫൂറുർ റഹീമുമായ റബ്ബുൽ ആലമീൻ നമ്മിൽ നിന്ന് നാളെ സ്വർഗരാജ്യം പ്രതിഫലമായി പകരം ലഭിക്കുന്ന ഒരു സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. വിശ്വാസികളെ, നമ്മൾ മുസ്ലിമീങ്ങളാണ്. എല്ലാം അല്ലാഹുവിൽ സമർപ്പിച്ച് ജീവിക്കേണ്ടവർ. ഈ ജീവിതത്തിന് ശേഷം മറ്റൊരു ജീവിതം വരാനുണ്ടെന്ന് വിശ്വസിക്കുന്നവർ, ആ ഒരു ലോകത്തെ രക്ഷാശിക്ഷകൾ വിശദീകരിക്കുവാൻ വന്ന പ്രവാചകന്മാരിൽ വിശ്വസിക്കുന്നവർ, പ്രവാചകന്മാരെ മാതൃകകളാക്കി ജീവിക്കാൻ ശ്രമിക്കുന്നവർ, ഈ ഒരു അടിസ്ഥാനത്തിൽ പലതും നമ്മൾ പ്രവർത്തിക്കുന്നു, പലതും നമ്മൾ മാറ്റിവെക്കുന്നു പ്രവർത്തിക്കാതെ. നമ്മളുമായി, നന്മകളുമായി നമ്മൾ സഹവസിക്കുന്നു. ആഭിമുഖ്യം, നമ്മുടെ താല്പര്യം നന്മകളിൽ നമ്മൾ പുലർത്തുന്നു. തിന്മകളായിട്ടുള്ളതിൽ നിന്നൊക്കെ ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് പരമാവധി അകലുന്നു. മാത്രമല്ല, തിന്മകളായിട്ടുള്ളത് ഒന്നിനെയും ഇല്ല, ഈ നിമിഷം വരെ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല, നമ്മൾ വെറുക്കുന്നു. നമ്മുടെ വിശ്വാസങ്ങളും നമ്മുടെ കർമ്മങ്ങളും പ്രവാചകർ പഠിപ്പിച്ചു തന്നതായിരിക്കണമെന്ന് നമുക്ക് നിർബന്ധമുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച വിശ്വാസം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച കർമ്മങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ഒരു പ്രത്യേകത പ്രവാചകന്മാരൊക്കെ കൊണ്ടുവന്ന ഒരു പാത നമുക്ക് വിശദമാക്കി തന്ന ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ ഹബീബുനാ ഷഫീഉനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആ ഒരു പാത, ആ ഒരു പ്രത്യേകത നമ്മെ വ്യതിരിക്തരാക്കുന്നു, വ്യത്യസ്തരാക്കുന്നു. മറ്റുള്ളവരിൽ നമുക്ക് ഒരു ഐഡന്റിറ്റി പ്രത്യേകമായി നൽകുന്നു. കാരണം നാം സ്വീകരിക്കുന്നത് വിശുദ്ധ ഖുർആൻ സൂറത്ത് ഹശ്റിന്റെ 7-ാമത്തെ വാചകം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാ, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹൂ. നിങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയതെന്തോ അത് നിങ്ങൾ സ്വീകരിക്കുക. അല്ലാഹു പറയുകയാ, നമ്മിലേക്ക് പറഞ്ഞയച്ച പ്രവാചകനില്ലേ ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ റസൂൽ എന്തൊന്നാണോ നിങ്ങൾക്ക് നൽകിയത് നിങ്ങളത് സ്വീകരിക്കുക. എന്തൊന്നിൽ നിന്ന് മുസ്ലിമീങ്ങളെ, ലോകത്തെ മനുഷ്യരാശിയെ നമ്മൾ ആ റസൂൽ വിലക്കി വെച്ചിട്ടുണ്ടോ അതിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു നിൽക്കുക. വിശുദ്ധ ഖുർആന്റെ വ്യക്തമായ കൃത്യമായ പരാമർശം. എന്തൊന്നാണോ അല്ലാഹുവിന്റെ റസൂല് നൽകിയത് അത് സ്വീകരിക്കുക. എന്തൊന്നാണോ അല്ലാഹുവിന്റെ റസൂല് വിലക്കിയത് അതിൽ നിന്ന് വിട്ടു നിൽക്കുക. 2 പോയിന്റാണ്. 2 പോയിന്റ്. കൊണ്ടുവന്നത് സ്വീകരിക്കുക, വിലക്കിയതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടൊരു കാര്യം കൂടി പ്രത്യേകം സൂചിപ്പിക്കാൻ, ലോകത്തിന്റെ നേതാവിന്റെ ഹബീബിന്റെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലാത്തവരായി ഈ സദസ്സിൽ ആരും ഉണ്ടാകാൻ പാടില്ല. സ്വലാത്ത് ചൊല്ലാത്തൊരു ഈ സദസ്സിൽ ഇരിക്കണ്ട എന്നാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്. ഇത് സ്വലാത്ത് ചൊല്ലുന്ന മജ്ലിസ് കൂടിയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ, നമ്മള് മുസ്ലിങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറഞ്ഞതിന് നേരെ വിരുദ്ധം പ്രവർത്തിക്കുന്നവരാണെങ്കിലോ, അല്ലാഹുവിന്റെ ഖുർആനിനും റസൂലുള്ളാഹിയുടെ സുന്നത്തിനും വിരുദ്ധം പ്രവർത്തിക്കുന്നവരാണെങ്കിലോ, 24-ാമത്തെ അധ്യായം സൂറത്തുൻ നൂറിന്റെ 63-ാമത്തെ വാചകത്തിലൂടെ പടച്ച റബ്ബ് വ്യക്തമാക്കുന്നുണ്ട്, ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി അൻ തുസീബഹും ഫിത്നതുൻ ഔ യുസീബഹും അദാബുൻ അലീം. അവന്റെ കൽപ്പനയെ ലംഘിക്കുന്നവർ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയെ ലംഘിക്കുന്നവർ, അവർക്ക് പരീക്ഷണം ബാധിക്കുകയോ, അല്ലാഹുവിന്റെ കൽപ്പനയെ ലംഘിക്കുന്നവരാരോ അവർക്ക് പരീക്ഷണം ബാധിക്കുകയോ വേദനാജനകമായ ശിക്ഷ വന്നെത്തുകയോ ചെയ്യുന്നതിനെ പറ്റി ഭയപ്പെട്ടുകൊള്ളട്ടെ.
അള്ളാഹുവിന്റെ കൽപ്പനയെ ലംഘിക്കുന്നവർ അവരാരാണെങ്കിലും ശരി, അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളെ പാലിക്കാത്തവർ ആരാണെങ്കിലും ശരി, അവരാരാണെങ്കിലും ശരി, അവർക്ക് പരീക്ഷണങ്ങൾ ബാധിക്കുകയോ വേദനാജനകമായ ശിക്ഷ വന്നെത്തുകയോ ചെയ്യുന്നതിനെ പറ്റി ഭയപ്പെട്ടുകൊള്ളട്ടെ. വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നൂർ 24-ാം അധ്യായം 63-ാമത്തെ വാചകമാ. നമ്മൾ ഖത്തം തീർത്തുപോയ സൂറത്തിലെ കൃത്യമായി അല്ലാഹു നമ്മളെ പഠിപ്പിക്കാം. എന്താ ഈ വിഷയം പഠിപ്പിക്കുന്നത്? നമ്മുടെ ഒന്നും ജീവിതം നമ്മുടെ ഒന്നും സ്വന്തം ഇഷ്ടത്തിനും താല്പര്യത്തിനും അനുസരിച്ചാകരുത്. അവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട പോയിന്റ്, ഞാൻ എങ്ങനെ ജീവിക്കണം എന്റെ ഇഷ്ടത്തിനല്ല, എന്റെ കുടുംബം എങ്ങനെ ജീവിക്കണം അവരുടെ ഇഷ്ടത്തിനല്ല, ഞങ്ങൾ കൂട്ടുകുടുംബത്തോടെ എങ്ങനെ ജീവിക്കണം ഞങ്ങളുടെ ഒക്കെ ഇഷ്ടത്തിനല്ല, പകരമാരുടെ ഇഷ്ടത്തിനാ. പടച്ചവന്റെ വിധിപ്രകാരമാകണേ. ആ പടച്ചവന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുപോലെയാകണേ. അഥവാ പ്രമാണബദ്ധമായി വിശുദ്ധ ഖുർആനിനെയും തിരുസുന്നത്തിനെയും ആ ഒരു ഖുർആനിനെയും സുന്നത്തിനെയും ജീവിതത്തിലേക്ക് പകർത്തിയ ഉത്തമ തലമുറയില്ലേ, അഹ്ലുസുന്നത്തിന്റെ ഉലമാക്കളില്ലേ, അവരും എങ്ങനെ ജീവിച്ചു അതുപോലെ നമ്മുടെ മനസ്സ്, നമ്മുടെ വാക്ക്, നമ്മുടെ പ്രവൃത്തി മൂന്നും റബ്ബ് ഇഷ്ടപ്പെട്ടതാകണം. പടച്ച റബ്ബിന് ഇഷ്ടപ്പെട്ടതാകണം. നമ്മുടെ മനസ്സും നമ്മുടെ വാക്കും നമ്മുടെ പ്രവൃത്തി, മനസ്സ വാച കർമ്മണ. അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് മൂന്നും പടച്ച ഇഷ്ടപ്പെടണം. സ്വന്തം ഇഷ്ടം അവിടെ വരാനേ പാടില്ല, തന്നിഷ്ടങ്ങൾ വരാനേ പാടില്ല. വിശുദ്ധ ഖുർആനിലെ 28-ാം അധ്യായം സൂറത്ത് ഖസസിന്റെ 50-ാമത്തെ വാചകം. ഞാൻ ഈ സദസ്സിന് കാണുന്ന ഒരു പോരായ്മ തരങ്ങൾ തുറന്നു പറയട്ടോ. അൽഹംദുലില്ലാ നമ്മൾ തുടങ്ങി വെച്ചു, വളരെ മനോഹരമായി ഇത് മുന്നോട്ട് പോകുന്നുണ്ട്. ഒരു പോരായ്മ എന്താ വെച്ചാല്, നിങ്ങളൊക്കെ വന്നത് എന്തിനാ? ഇൽമ് നേടാനാ, അറിവ് നേടാനാ. എന്നിട്ട് എന്തിനാ അറിവ്? അത് പകർത്താനാ. എന്നിട്ട് പിന്നെ എന്തിനാ അറിവ്? അത് പ്രബോധനം ചെയ്യാനാ. ഇൽമ്, പ്രവർത്തനം, പ്രബോധനം, മൂന്നെണ്ണം നമുക്ക് ഉണ്ടാകണം. അപ്പൊ ഇൽമ ഉണ്ടാകണമെങ്കിൽ എന്ത് വേണോ? 2 ചെവിയായിട്ട് ഇരുന്നാ പോരാ, ഒരു പേനയും കടലാസും കൂടി കയ്യിൽ വെക്കണം. ക്ലിയറായോ? മനസ്സിലായില്ല? ഈ പറയുന്ന ആയത്ത് നമ്പറും ഹദീസ് നമ്പറൊക്കെ ഒന്ന് കൂട്ടി നോക്കണോ, വിഷയമൊക്കെ ഒന്ന് ക്രമീകരിച്ചു വെക്കണം. എന്തിനറിയോ? പോയി ഒന്ന് പരിശോധിച്ച് നോക്കാം. നോട്ട്സ് വേണോന്നർത്ഥം. അപ്പൊ നമ്മൾ അടുത്ത വർഷമൊക്കെ ഇൻഷാ അല്ലാഹ് വരുമ്പോ, അടുത്ത മാസം ഇനി വരുമ്പോ കയ്യിലൊരു ചെറിയ പേനയും ചെറിയൊരു ഡയറി ഉണ്ടെങ്കിൽ അതായാലും മതി, ഒരു കടലാസായാലും മതി. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. 28-ാം അധ്യായം സൂറത്ത് ഖസസിന്റെ 50-ാമത്തെ വാചകം. ഈ പറയണൊന്നും എന്റെ വകയല്ല, അള്ളാന്റെ വക, റസൂലുള്ളാന്റെ വക. എന്റെ സ്വന്തം വക ഒന്നും ഇവിടെ ഉണ്ടാവില്ല. എന്താ അല്ലാഹു പറഞ്ഞത്? ومن أضل ممن اتبع هواه بغير هدى من الله ومن أضل ممن اتبع هواه بغير هدى من الله. എന്തൊരു രസകരമായ വാക്കാ അല്ലാഹു പറഞ്ഞത്. നിങ്ങള് അല്ലാഹുവിങ്കിൽ നിന്ന് യാതൊരു മാർഗദർശനവും കൂടാതെ പടച്ചോൻ ആയത്തിറക്കിയില്ല, അള്ളാഹുവിന്റെ റസൂലിന്റെ വാചകം വന്നില്ല. എന്നിട്ടും സ്വന്തം ഇഷ്ടപ്രകാരം, തന്നിഷ്ടപ്രകാരം പ്രവർത്തിക്കുന്നവനേക്കാളും വമൻ അളല്ലു, വഴി തെറ്റിപ്പോയവൻ, വഴിവഴച്ചവൻ വേറെ ആരുണ്ടെന്നാണ്. വേറെ ആരുണ്ട്? സഹോദരങ്ങളെ, നമ്മൾ എത്ര CD കണ്ടു, ഒരുപാട് CD കണ്ടില്ലേ? നമ്മൾ എത്ര വഅള് കേട്ടു, ക്ലാസ്സിലിരുന്നു, എത്രമാത്രം നമ്മൾ പുസ്തകങ്ങൾ, ഇസ്ലാമിക സാഹിത്യങ്ങൾ വായിച്ചു. എന്നിട്ടും നമ്മുടെ ജീവിതം, എന്റെയും നിങ്ങളുടെ ജീവിതം ഈ സെക്കൻഡ് വരെ നമ്മൾ കേട്ടതിനും അറിഞ്ഞതിനും വായിച്ചതിനും മനസ്സിലാക്കിയതിനും വിരുദ്ധമാണെങ്കിൽ, എതിരാണെങ്കിൽ, അതിനോട് വിമുഖത പുലർത്തുന്നുണ്ടെങ്കിൽ വലിയ നഷ്ടം തന്നെയാണത്. വലിയ നഷ്ടം തന്നെയാണത്. എന്റെ വകയല്ല. 32-ാം അധ്യായം സൂറത്ത് സജദയുടെ 22-ാമത്തെ വാചകത്തിൽ പടച്ച റബ്ബ് പറയാ, വമൻ അളലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബിഹി സുമ്മ അഗ്റദ അൻഹാ ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂൻ. തന്റെ റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങളെപ്പറ്റി, ആയാത്തുകളെപ്പറ്റി ഉത്ബോധനം നൽകപ്പെട്ടിട്ട് അവയിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവനേക്കാൾ അക്രമിയായി ആരുണ്ട്? വമൻ അളലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബിഹി സുമ്മ അഗ്റദ അൻഹാ. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെപ്പറ്റി ഉത്ബോധനം കിട്ടി,
ആയത്തുകൾ വന്നു. അത് റസൂലുള്ള വിശദീകരിച്ചു. ഇതാ പാടില്ല, ഇതൊക്കെ ആകാം, അതൊന്നും ആകാൻ പാടില്ല, ഇതൊക്കെ തെറ്റാണ്, ഇതൊക്കെ കുറ്റങ്ങളാണ്, പാപങ്ങളാണ്, അവിടേക്ക് അടുക്കാൻ പാടില്ല എന്നൊക്കെ ഉത്ബോധനം കിട്ടി. എന്നിട്ടോ ആ ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞുകളഞ്ഞവനേക്കാൾ അക്രമിയായി മറ്റാരുണ്ട്? ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂൻ. തീർച്ചയായും അത്തരം കുറ്റവാളികളുടെ മേൽ നാം ശിക്ഷാ നടപടിയെടുക്കുന്നതാണ്. ശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു വ്യക്തമാക്കുകയാ. അറിഞ്ഞിട്ട് തെറ്റ് ചെയ്യുന്നവർ എത്ര ആളുകളാ? പാടില്ലെന്നറിഞ്ഞിട്ടും പലിശ ഹറാമാണെന്നറിഞ്ഞിട്ടും പലിശയുമായി ഇടപെടുന്ന ആളുകൾ എത്രയാ? മദ്യം ഹറാമാണെന്നറിഞ്ഞിട്ടും ഈ തെക്കൻ കേരളത്തിലെ മുസ്ലിം ചെറുപ്പക്കാരിൽ എത്ര ആളുകളാ മദ്യപാനികളായിട്ടുള്ളത്? അശ്ലീലമായ വർത്തമാനങ്ങളോ, അശ്ലീലമായ സാഹിത്യ വായനയോ, അശ്ലീലമായ ഇടപെടലോ നോട്ടങ്ങളോ പാടില്ലെന്നറിഞ്ഞിട്ടും അശ്ലീലമായത് പറയുകയും ഇടപെടുകയും ചെയ്യുന്ന ആളുകൾ എത്രയാ? പാടില്ലെന്നറിഞ്ഞിട്ടും ചെയ്തു പോണ ആളുകൾ. റബ്ബ് പറയണെന്തറിയോ? ഇന്നാമിനൽ മുജ്രിമീന മുൻതഖിമൂന. എന്താ പദം? തീർച്ചയായും ഇങ്ങനെ ഉത്ബോധനമൊക്കെ കിട്ടി പാടില്ല എന്നൊക്കെ മനസ്സിലായി, എന്നിട്ട് പിന്നെ അതന്നെ ചെയ്യാണോ? അത്തരം കുറ്റവാളികൾ, മുജ്രിമീങ്ങൾ. ഈ മുജ്രിമീങ്ങളുടെ മേൽ നാം ശിക്ഷാ നടപടി എടുക്കുന്ന. പടച്ചോന്റെ ശിക്ഷ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കൊക്കെ മനസ്സിലായ സാധനം തന്നെയാണ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങൾ, വളരെ വ്യക്തമാണ്. കാരണം എന്തറിയോ? അള്ളാന്റെ നിയമം വന്നു. ലോകത്തിന്റെ ഹബീബ് ഹബീബുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് നമുക്ക് വിശദീകരിച്ചു തന്നു. എന്നിട്ടും അവർക്ക് റബ്ബിന്റെ ദീൻ എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന്റെ ആയത്തുകൾ എന്ന് പറഞ്ഞാൽ, റസൂലുള്ളാഹിയുടെ ഹദീസ് എന്ന് പറഞ്ഞാൽ കളിയും വിനോദവുമാണ്. ദുനിയാവിലാണ് അവർക്ക് താല്പര്യം. ഞാൻ ആലോചിച്ച് നോക്കണ്ട പലപ്പോഴും, എന്തുകൊണ്ട് ആയത്തിനും ഹദീസിനും എതിരായ ആളുകൾ ജീവിക്കുന്നു? അവർക്ക് അള്ളാന്റെ മതം എന്ന് പറഞ്ഞാൽ, ദീൻ എന്ന് പറഞ്ഞാൽ കളിയും വിനോദം, ഒരു തമാശ. അവർക്ക് താല്പര്യം എന്താ? ഈ ദുനിയാവിലാണ്. എന്റെ വകയിലിട്ടതും അള്ളാന്റെ വകയിൽ. നോക്കണേ നിങ്ങള് 6-ാം അധ്യായം സൂറത്ത് അൻആമിന്റെ 70-ാമത്തെ വാചകമാ. വദരില്ലദീന ഇത്തഖദൂ ദീനഹും ലഇബൻ വലഹവാ വഗറത്തുഹുമുൽ ഹയാത്തുദ് ദുനിയാ. തങ്ങളുടെ മതത്തെ കളിയും വിനോദവുമാക്കി തീർക്കുകയും ഐഹികമായ ജീവിതം കണ്ട് വഞ്ചിതരാവുകയും ചെയ്തിട്ടുള്ളവർ നബിയെ താങ്കൾ വിട്ടേക്കണേ. ദീൻ എന്ന് പറയുന്നത് അവർക്കൊരു കളിതമാശയാണ്. ദുനിയാവാകട്ടെ അവർക്ക് പ്രധാനമായതാണ്. ഈ ദുനിയാവിന്റെ ജീവിതത്തെയാണ് അവർ ഇഷ്ടപ്പെട്ടു പോണത്. ഏതേത് കാര്യത്തിലും ദുനിയാവാണ് അവർക്ക് പ്രധാനം, ആഖിറം പ്രധാനമല്ല. ഏതേത് കാര്യത്തിലും ദുനിയാവിലെ നിയമങ്ങളാണ് അവർക്ക് താല്പര്യം, പടച്ചവന്റെ നിയമങ്ങൾ താല്പര്യമില്ല. ഏതേത് കാര്യത്തിലും ദുനിയാവിന്റെ വിഭവങ്ങളോടാണ് അവർക്ക് ഇഷ്ടപ്പെടുന്നത്. അള്ളാഹു ഒരുക്കി വെച്ച വിഭവങ്ങൾ, സ്വർഗരാജ്യത്തിലെ വിഭവങ്ങളോട് അവർക്ക് താല്പര്യമില്ല. അള്ളാഹു പറഞ്ഞു പോകുക 70-ാമത്തെ വാചകത്തിൽ വീണ്ടും, വദക്കിർ ബിഹി അൻ തുബ്സല നഫ്സും ബിമാ കസബത്. ഏതൊരാത്മാവും സ്വയം ചെയ്തു വെച്ചതിന്റെ ഫലമായി നരകത്തിലേക്ക് തള്ളപ്പെടുമെന്നതിനാൽ ഈ ഖുർആൻ മുഖേന താങ്കൾ ഉത്ബോധനം നടത്തുക. വല്ലാത്തൊരു വാക്ക് അല്ലാഹു പറഞ്ഞു വെക്കുക. ഏതൊരാത്മാവും സ്വയം പ്രവർത്തിച്ചു വെച്ചതിന്റെ ഫലമായി നാശത്തിലേക്ക് തള്ളപ്പെടുന്ന. എന്താ ഈ വാക്ക് നിങ്ങള്? അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റാണ്. നമ്മൾ ചെയ്യുന്ന ഏത് തിന്മയും നമുക്കെതിരാണ്. ഏത് തിന്മയും, ഏത് പാപവും ഒരു വിഭജനോടുണ്ട്. നമ്മൾ എത്ര ചെറിയ പാപം ചെയ്താലും എത്ര വലിയ തിന്മ ചെയ്താലും നമുക്കെതിരാണ്. അതുകൊണ്ടാണെന്ത്? ഞാൻ ചെയ്തതിന്റെ അനന്തരഫലം നാശമാണ്. നമ്മൾ ഓരോരുത്തരും ചെയ്തു വെച്ചതിന്റെ അനന്തരഫലം തിന്മയാണോ? നാശമാണ്. ഏതാ നാശം? അന്നാർ, നരകം തന്നെ. അങ്ങനെ നരകത്തേക്ക് പോകും തിന്മ ചെയ്താൽ. അതുകൊണ്ട് എന്റെ അടിയാറുകളെ നബിയെ, ഈ അടിയാറുകളെ നബിയെ താങ്കൾ ഈ ഖുർആൻ കൊണ്ട് ഉപദേശിക്കണം നബിയെ എന്ന് 6-ാം അധ്യായം സൂറത്ത് അൻആമിന്റെ 70-ാമത്തെ വാചകത്തിൽ റബ്ബുൽ ആലമീനായ ഉടയതമ്പുരാൻ റഹ്മത്തുൽ ലിൽ ആലമീനായ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉപദേശിക്കുന്നു. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ.
നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ ഖുർആനിക ഉത്ബോധനം, ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഖുർആനിക ഉത്ബോധനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഖുർആനിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ ഹദീസിലുള്ള വിശ്വാസം കൂടിയാണ്. പോയിന്റ് ആണ്, ശരിക്കും മനസ്സിലാക്കണേ. ഖുർആനിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? 23 കാലഘട്ടത്തിലെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുള്ള വിശ്വാസം കൂടിയാണ്. കിതാബിലുള്ള വിശ്വാസം, സുന്നത്തിലുള്ള വിശ്വാസം കൂടിയാണ്. അതുകൊണ്ട് ഖുർആൻ കൊണ്ട് ഉപദേശിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ വ്യാഖ്യാനമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രമല്ല, മുഹമ്മദ് റസൂലുള്ളാഹ് കൂടിയുണ്ട്. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ സുന്നത്തും കൂടി അതിൽ പ്രധാനമാണ്. ഖുർആനിലുള്ള ഉത്ബോധനം എന്ന് പറഞ്ഞാൽ സുന്നത്തുകൊണ്ടുള്ള ഉത്ബോധനം കൂടിയാണ്. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ചില ആളുകൾക്ക് എപ്പോഴും ആ വിഷയത്തിൽ ഇഷ്കാലുണ്ട്, അല്ല ഇഷ്കാൽ ഉണ്ടാക്കുന്നുണ്ട്. എന്തുകൊണ്ടറിയോ? നിങ്ങള് ദീനിനെ അതിന്റെ സോഴ്സിൽ നിന്ന് പഠിക്കാൻ തയ്യാറായില്ല. പടച്ചറബ്ബ് കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഈ ഉത്ബോധനം, ഈ തുടക്കം എനിക്ക് നിങ്ങളോട് ആദ്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മളൊക്കെ ദീനിനെ മുറുകെ പിടിക്കണവരാകണം. ഒരു കാര്യം എനിക്ക് ഇവിടെ അടിവരട്ട് പറയാനുണ്ട്. ഒരു പക്ഷെ ഇനി ലാസ്റ്റ് അല്ലെങ്കിൽ വേറെ എപ്പോഴെങ്കിലും ഇത് പറയാൻ വിചാരിച്ച സംഗതി മറന്നുപോകുന്ന നിൽക്കാം. നമ്മൾ ഈ സദസ്സിൽ കൂടിക്കണം എന്തിനാ? ഞാൻ ചോദ്യം ചോദിക്കല്ല, നമ്മൾ ഈ സദസ്സിൽ വന്നെന്തിനാ? സ്വർഗം കിട്ടാനാ. എന്ത് കിട്ടാനാ? സ്വർഗം കിട്ടാൻ. സ്വർഗം കിട്ടാനല്ലാന്ന് തോന്നണ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇരിക്കണ്ടെന്ന് എനിക്ക് പറയാനുള്ളത്. ഇരിക്കണ്ട, സ്വർഗം കിട്ടാൻ വന്നതാ. സ്വർഗം പഠിച്ചിട്ട് കിട്ടൂലാന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇരിക്കേണ്ടതില്ല. എന്തുകൊണ്ടറിയോ? ഇത് ആയത്തും ഹദീസും ഇമാമിയങ്ങളും ഇബാറത്തുകളും മാത്രം വായിക്കുന്ന ഒരു സദസ്സ. ദീൻ ചർച്ച ചെയ്യുന്ന സദസ്സ. ദീന് ചർച്ച ചെയ്യുന്ന സദസ്സ. ഈ ദീന് ചർച്ച ചെയ്യുന്ന സദസ്സിൽ നമ്മൾ വന്നുകൂടിയത് എന്തിനാ? സ്വർഗം കിട്ടാനാണ്. വേറെ ആരെങ്കിലുമൊക്കെ കേൾപ്പിച്ച് ഓല് കേൾക്കണോ, ഇവര് കേൾക്കണോ, മറ്റൊരു കേൾക്കണോ, അങ്ങനെ കേൾപ്പിക്കാനല്ല, നമ്മൾ കേൾക്കാൻ വേണ്ടിയാ. നമ്മൾ ഓരോരുത്തരും കേൾക്കാൻ വേണ്ടി. അപ്പൊ ഇതിന്റെ സംഘാടകർക്ക് ഉത്തരവാദിത്തമുണ്ട്, ഇവിടെ വന്നുകൂടി ആളുകൾക്ക് ഉത്തരവാദിത്തമുണ്ട്. ഈ പറയുന്നതൊക്കെ ദീനാണ്. അതുകൊണ്ട് ആദ്യം എന്റെ ജീവിതത്തിൽ, പിന്നെ രണ്ടാമത് ഇവിടെ വന്ന ആൾക്കാരുടെ ജീവിതത്തിൽ. എനിക്ക് ഇതിന്റെ സംഘാടകരോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, ആദ്യം നിങ്ങളുടെ ജീവിതത്തിൽ, പിന്നെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ, അള്ളാഹു സഹായിക്കുമാറാവട്ടെ. മുസ്ലിങ്ങളെ, മുഅ്മിനുകളെ, നമുക്ക് ദീനിൽ താല്പര്യമില്ലെങ്കിൽ, അള്ളാഹുവിന്റെ ദീനിന്റെ നിയമത്തോട് നമുക്ക് താല്പര്യമില്ലെങ്കിൽ, അള്ളാഹു പറയാം, അള്ളാഹുവിന്റെ ഹദൂദുകളെ, അള്ളാഹുവിന്റെ നിയമങ്ങളെ, അള്ളാഹു വെച്ച അതിർവരമ്പുകളെ നമ്മളെങ്ങാനും ലംഘിക്കാൻ തുടങ്ങിയാൽ, നമ്മൾ അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ അങ്ങ് തെറ്റിക്കാൻ തുടങ്ങിയാൽ, അള്ളാഹു അവന്റെ സുന്നത്തങ്ങ് നടപ്പിലാക്കി തുടങ്ങുമെന്ന് വിശുദ്ധ ഖുർആൻ. ലോകത്തിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശറഫാക്കപ്പെട്ട തിരുനാവിലൂടെ ലോകത്തിന്റെ മുന്നിലേക്ക് ഓതി കേൾപ്പിച്ചു പോയ ആയത്താണ് യാ അയ്യുഹല്ലദീന ആമനൂ മൻ യർതദ്ദ മിൻകും അൻ ദീനി ഫസൗഫ യഅതില്ലാഹു ബിഖൗമിൻ യുഹിബ്ബുഹും വയുഹിബ്ബൂന ഫസൗഫ യഅതില്ലാഹു ബിഖൗമിൻ യുഹിബ്ബുഹും സൂറത്ത് മാഇദ 5-ാമത്തെ അധ്യായം 54-ാമത്തെ വാചകമായ അയ്യുഹല്ലദീന ആമനൂ, ഓ വിശ്വസിച്ചിട്ടുള്ളവരെ, വിശ്വാസികളായിട്ടുള്ളവരെ, മയ്യർതദ്ദ മിൻകും അൻ ദീനിഹി, ആരെങ്കിലും ഈ മതത്തിൽ നിന്ന് പിന്തിരിഞ്ഞു കളയുകയാണെങ്കിൽ, മതത്തിൽ പുറത്തു പോവുകയാണെങ്കിൽ, ദീനുൽ ഇസ്ലാമിനെ മുറുകെ പിടിക്കുന്നിടത്ത് പിന്നോട്ട് മാറിപ്പോവുകയാണെങ്കിൽ, ഫസൗഫ ബിഖൗമിൻ, അപ്പോൾ അല്ലാഹു മറ്റൊരു ജനവിഭാഗത്തെ പകരം കൊണ്ടുവരും. ഈ ദീനിനെ മുറുകെ പിടിക്കാൻ, ദീനിന്റെ നിയമങ്ങളെ സ്വീകരിക്കാൻ, ദീനിന്റെ നിയമങ്ങളോട് താല്പര്യമുള്ള ഒരു ജനവിഭാഗത്തെ അല്ലാഹു പകരം കൊണ്ടുവരും. ആരാന്നറിയോ വിഭാഗം? യുഹിബ്ബുഹും വയുഹിബ്ബൂന, അള്ളാഹുവിന് അവരോട് ഇഷ്ടമുണ്ടേ, അവർക്ക് അള്ളാഹുവിനോട് ഇഷ്ടമുണ്ടേ. അള്ളാഹു ഇഷ്ടപ്പെടുന്ന, അള്ളാഹുവേ ഇഷ്ടപ്പെടുന്ന, അങ്ങനെ അള്ളാഹുവേ ഇഷ്ടപ്പെടുന്ന മറ്റൊരു ജനവിഭാഗത്തെ അള്ളാഹു പകരം കൊണ്ടുവരും. എന്തിനാണെന്നറിയോ? അള്ളാഹുവിന്റെ ദീനിനെ നമ്മൾ മുറുകെ പിടിക്കാഞ്ഞാൽ, നമുക്ക് ദീന് മുറുകെ പിടിക്കാൻ താല്പര്യമില്ലെങ്കിൽ, ദീനിനെ മുറുകെ പിടിച്ച് ജീവിക്കാൻ പറ്റുന്ന ഒരു വിഭാഗത്തെ പഠിച്ചോ പകരം കൊണ്ടുവരുന്നു. പുകഞ്ഞ കൊള്ളി പുറത്ത് നമ്മൾ പറയും സാധാരണ, പുകഞ്ഞ കൊള്ളി പുറത്ത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മൾ അള്ളാന്റെ ദീനിനനുസരിച്ച് ജീവിക്കാൻ നമുക്ക് താല്പര്യമില്ലെങ്കിൽ,
അള്ളാന്റെ ദീനേ, അള്ളാഹുവിന്റെ ദീൻ, ഈ ദീനുൽ ഇസ്ലാം ഇത് നിലനിൽക്കുന്നത് നമ്മളെ ആശ്രയിച്ചിട്ടല്ല, മുസ്ലിങ്ങളായ എന്നെയും കണ്ടിട്ടല്ല. നമ്മൾ കൂറുമാറിയത് കൊണ്ട്, ഈ ദീനിന്റെ നിയമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ദീന് പൊളിയില്ല, ദീനിനൊരു കുറവും വരൂല. ഈ ദീന് മുറുകെ പിടിക്കുന്ന ഒരു കൂട്ടർ എപ്പോഴും ഉണ്ടാകും. അള്ളാഹ് പറയാ, എവിടെന്നറിയോ? ഈ പ്രദേശത്തുണ്ടാകും, ഈ ജില്ലയിലുണ്ടാകും, ഈ സംസ്ഥാനത്തുണ്ടാകും, ഈ രാഷ്ട്രത്തിലുണ്ടാകും, ലോകാടിസ്ഥാനത്തിലുണ്ടാകും. ഉറബാഹുകളായി അഹ്ലുസുന്നത്തിന്റെ ആശയം സ്വീകരിച്ചവരായി, മൻഹജ് സലഫ് പിൻപറ്റിയവരായി, ലോകത്ത് സ്വഹാബത്തിന്റെ സച്ചരിതങ്ങളെ ഗ്രഹിച്ചവരും ഉൾക്കൊണ്ടവരും ഇല്ലാ മില്ലത്തുൻ വാഹിദ ഖീല മൻ ഹിയ യാ റസൂലല്ലാഹ് മാ അലൈഹി വഅസ്ഹാബി ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ദീൻ നമ്മൾ മാറ്റിവെച്ച നമ്മളാണ് മാറാന്നല്ലാതെ പഠിച്ചോന്റെ ദീൻ ഒരു കുഴപ്പമുണ്ടാവില്ല. നമ്മളങ്ങോട്ട് മാറ്റി പഠിച്ചോ കേട്ടോ. അള്ളാന്റെ ദീന് പിൻപറ്റാൻ പറ്റുന്ന ഒരു വിഭാഗത്തുള്ള പകരം കൊണ്ടുവരുന്നത് 47-ാം അധ്യായം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ അവതരിച്ച അധ്യായം മുഹമ്മദ്, 47-ാം അധ്യായത്തിന്റെ 36. അള്ളാഹ് പറഞ്ഞ വാക്കൊന്ന് നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. അള്ളാഹ് പറഞ്ഞ വാക്കെന്തറിയോ? വഇൻ തതവല്ലൂ യസ്തബ്ദിൽ ഖൗമൻ ഗൈറകും സുമ്മ ലാ യകൂനൂ അംസാലകും. നിങ്ങൾ ദീനിൽ നിന്ന് പിന്തിരിഞ്ഞു കളയുകയാണെങ്കിൽ, അള്ളാഹുവിന്റെ ദീന് വിട്ട് നിങ്ങൾ പുറകോട്ട് പോവുകയാണെങ്കിൽ, നിങ്ങളല്ലാത്തൊരു ജനതയെ അവൻ പകരം കൊണ്ടുവരുന്നതാണ്. അള്ളാഹുവിന്റെ ദീനിന്റെ ഏതേത് നിയമങ്ങളെയാണോ നിങ്ങൾ പരിഹസിക്കുന്നത്, ഏതേത് നിയമങ്ങളെയാണോ നിങ്ങളുടെ ദീനിൽ നിന്ന് മാറ്റിവെക്കുന്നത്, ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കുന്നത്, റബ്ബ് പഠിപ്പിച്ച ഒരു സംഗതി നിങ്ങൾ മാറ്റിവെക്കുന്നുണ്ടോ? നമ്മൾ നമസ്കരിക്കുന്നില്ലേ എങ്കിൽ അള്ളാഹു നമസ്കരിക്കുന്ന ഒരു ജനവിഭാഗത്തെ പകരം കൊണ്ടുവരും. നമ്മൾ സക്കാത്ത് കൊടുക്കുന്നില്ലേ എങ്കിൽ അള്ളാഹു സക്കാത്ത് കൊടുക്കുന്ന ഒരു വിഭാഗത്തെ പകരം കൊണ്ടുവരും. നമ്മൾ നോമ്പനുഷ്ഠിക്കുന്നില്ലേ എന്നാൽ നോമ്പനുഷ്ഠിക്കുന്ന ഒരു ജനവിഭാഗത്തെ അള്ളാഹു പകരം കൊണ്ടുവരും. നമുക്ക് ഉംറക്കും ഹജ്ജിനും ദിക്റിനും സ്വലാത്തിനും തസ്ബീഹിനും തഹ്ലീലിനും സമയമില്ലേ? നമ്മൾ പടച്ചവനോട് പ്രാർത്ഥിക്കുന്നില്ലേ എങ്കിൽ ഇതൊക്കെ അനുഷ്ഠിക്കാൻ താല്പര്യമുള്ള ഒരു ജനവിഭാഗത്തെ അള്ളാഹു പകരം കൊണ്ടുവരും. വല്ലാത്തൊരു പദമാണ്. എന്നിട്ട് അവർ നിങ്ങളെ പോലെ ആയിരിക്കുകയില്ല. അവർ റബ്ബിന്റെ നിയമങ്ങളെ സ്വീകരിക്കുന്നവരാ, റബ്ബ് പഠിപ്പിച്ച നിയമങ്ങളെ കൊണ്ടുവരുന്നവരാ, റബ്ബ് പാടില്ലെന്ന് പറഞ്ഞ നിയമങ്ങളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാത്തവരാ. നോക്കണേ നിങ്ങൾ, വല്ലാത്തൊരു പദാട്ടോ അള്ളാഹ് പറഞ്ഞു. നമ്മളെപ്പോലെ ആവില്ല. അള്ളാന്റെ ദീന് മുറുകെ പിടിക്കുന്ന ഒരു വിഭാഗാവുന്നു പഠിച്ചു പകരം കൊണ്ടുവരുന്നവരും നമ്മളെപ്പോലെ ആവില്ല. നമ്മളിപ്പോ എങ്ങനെ അറിയോ? ചിലതിലൊക്കെ എടുക്കും, ചിലതിലൊന്നും എടുക്കൂല. അങ്ങനെ നമ്മളെ ദീനിപ്പോ അവനവൻ മത. നമുക്ക് ഇഷ്ടമുള്ള ചില കാര്യത്തിൽ ഭയങ്കര വാശിയോ, കണ്ടോ ആൾക്കാർ കണ്ടോ, അങ്ങനെയല്ലേ. ചില ആള് കള്ളുടിക്കണേനെതിരാവും. എന്താ നാട്ടിലൊക്കെ കള്ളുടിയന്മാരാണ്. മൂപ്പര് ഇരിക്കണോടത്തൊക്കെ ഒരു പുക അങ്ങനെ പൊന്തും. മൂപ്പർക്ക് ബീഡിവലിനോടായിരിക്കും വലിയ ഹരം. അതിനോട് മാത്രം മൂപ്പർക്ക് വലിയ പ്രതിപത്തിയൊന്നും ഉണ്ടാവില്ല. വേറൊരാൾക്ക് ബീഡിവലിനോടാ ദേഷ്യം ഉണ്ടാവുക, പുകവലിനോട്. അയാൾക്കോ സിനിമ കാണാൻ വലിയ ഇൻട്രസ്റ്റ് ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മളെ മനുഷ്യരെ അവസ്ഥ. ഇപ്പം അങ്ങനെ മുസ്ലിങ്ങളെ കൂട്ടത്തിലെ അവസ്ഥ പറഞ്ഞത്. അതുകൊണ്ട് ഒരുത്തരം ഒന്നിനെ വിമർശിക്കേണ്ടി ഓന്റെ അടുത്ത് വേറൊന്നുണ്ടാവും. അതുകൊണ്ട് എനിക്ക് എന്നോടും നിങ്ങളോടും പറയാനുള്ളത്, എനിക്ക് തോന്നി ആയത്ത് കേട്ടപ്പോ എനിക്ക് തോന്നിയൊരു സംഗതി അറിയാം. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലൊക്കെ ദഅ്വാ പ്രവർത്തനം നടത്താൻ വേണ്ടി വിളിച്ചു കൂട്ടിയാൽ ആൾക്കാരുണ്ടാവില്ല. ഇപ്പൊ എത്ര ആളുണ്ട്? അൽഹംദുലില്ലാഹ്. അള്ളാഹു ഇരിക്കുന്ന മുഴുവൻ ആളുകൾക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ച റബ്ബ് നമ്മയൊക്കെ സ്വർഗരാജ്യത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. വിമർശനമല്ലട്ടോ, സത്യം പറയണേ, ഹക്ക് പറയണം, എന്റെ അനുഭവം പറയാം. ഇത്രയും ആളുകളെ വീട്ടിൽ ചെന്ന് ക്ഷണിച്ചു. എന്തിനറിയോ? ഈ ദീന് മനസ്സിലായിട്ടില്ലാത്ത, ദീന് എത്തിയിട്ടില്ലാത്ത, ദീനിന്റെ നിയമം അറിയാത്ത ആൾക്ക് ദീന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നമുക്കൊന്ന് ഒരുമിച്ച് കൂടണം. എന്നിട്ട് എല്ലാവരും ഒരു സ്ക്വാഡ് വീട്ടിൽ കൂടി കയറി ഇറങ്ങണമെന്ന് പറഞ്ഞാല് ഈ ഇരിക്കണീന്റെ 100-ൽ ഒരാളെ ഉണ്ടാവുള്ളൂ. എന്തുകൊണ്ടറിയോ? എല്ലാരെയും ഉള്ളിലൊരു സംഗതി എന്തുണ്ട്? പഠിച്ചവൻ എന്റെ അടുത്ത് അതില്ല, ഞാൻ ദീന് പിൻപറ്റണില്ല, പിന്നെ ഞാനെങ്ങനെ അത് വേറൊരാളോട് പറയാ? ഇതാണ് ആളുകൾ ദഅ്വാ രംഗത്ത് പിന്തിരിയാനുള്ള കാരണം. പഠിച്ചോൻ പറഞ്ഞോ, അങ്ങനെ നിങ്ങളോട് പിന്തിരിഞ്ഞു വെച്ചിട്ട് അള്ളാഹ് ദീന് മാറ്റി വെക്കൊന്നുമില്ല. അങ്ങനെ പിന്തിരിയാത്തൊരു വിഭാഗത്തെ പഠിച്ചോൻ പകരം കൊണ്ടുവരും. ഈ ഇരിക്കണ ഒരാളിലും ദീനിൽ നിന്ന് പിന്തിരിയുന്ന അവസ്ഥ ഉണ്ടാകാതെ പടച്ച റബ്ബ് നമ്മെ സഹായിക്കുമാറാകട്ടെ. അപ്പോ എന്റെ സഹോദരിമാരോടും ഉമ്മമാരോടും ഇവിടെ തടിച്ചുകൂടിയ എല്ലാ മാന്യ മുസ്ലിം ജനവിഭാഗങ്ങളോടും ഈ കൂട്ടത്തിൽ ആലിമീങ്ങളോ മുത്തഅല്ലിമീങ്ങളോ ആയ ആളുകളോടൊക്കെ ബഹുമാനത്തോടുകൂടി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, റബ്ബിന്റെ മതത്തെ പൂർണ്ണമായി സ്വീകരിക്കണം.
എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ചിലത് സ്വീകരിക്കാം, ചിലത് കൈയൊഴിയാം എന്നൊരു ദുരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അല്ലാഹ് പറഞ്ഞു ഖുർആനിൽ ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, പരിപൂർണമായി അള്ളാന്റെ ദീനിക്കാണ് പ്രവേശിക്കണം എന്നാണ്. പരിപൂർണമായി വിശുദ്ധ ഖുർആന്റെ വ്യത്യസ്തമായ മേഖലയിൽ കാണാം. ഒരു തെറ്റത്ത് ഒരറ്റത്തിരുന്നിട്ട് ദീനില് ആരാധന നടത്തുന്ന ആൾക്കാരെ പറ്റി അള്ളാന്റെ ഖുർആൻ പറയാം. കുറെ പ്രാർത്ഥിക്കും, സൂറത്ത് സുമറിൽ കാണാം. എന്നിട്ട് എന്റെ പ്രയാസങ്ങളൊക്കെ നീങ്ങാൻ പഠിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. പ്രയാസം നീങ്ങിയാലോ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടേ ഇല്ലാത്ത പോലെ തോന്നിയതുപോലെ ജീവിക്കും. ഇങ്ങനെ ആളുകളൊക്കെ പറ്റി ഖുർആൻ പറയും. ഞാനിപ്പോ ഈ സമയത്ത് വിശദാംശങ്ങളിലേക്ക് കടന്നു പോണില്ല. ഇതല്ലാത്ത ഈ ദീനല്ലാത്ത മറ്റൊരു മാർഗവും സ്വീകാര്യമല്ല എന്നുകൂടി സാന്ദർഭ്യങ്ങളെ മുന്നിൽ വെത്താം. എന്തിനാ മനുഷ്യരിത് മാറ്റിവെക്കണത്? സ്വർഗം കിട്ടാനാ? ഇല്ല കൂട്ടരെ, സ്വർഗം കിട്ടാൻ ഇതല്ലാത്ത ഒരു മാർഗമില്ല. അല്ലാഹു പറയാ, അല്ലാഹുവിന്റെ ഖുർആൻ പറയാ, വഅന്ന ഹാദാ സിറാത്തീ മുസ്തഖീമൻ ഫത്തബിഉ വലാ തത്തബിഉസ് സുബുല ഫതഫറഖ ബികും അൻ സബീലി. ലോകത്തിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്ത് കൂടിയിരിക്കുന്ന മജ്ലിസിൽ ഒരു നേർരേഖ വരച്ചു. ഹാദാ സബീലുൽ, ഒരു നേർരേഖ റസൂൽ അങ്ങ് വരച്ചുപോയി. എന്നിട്ട് റസൂൽ പറഞ്ഞു ഇതാണ് സിറാത്തുൽ മുസ്തഖീം. പിന്നെ ആ വരയുടെ വലതും ഇടതുമായി കുറേയധികം വരകൾ അല്ലാഹുവിന്റെ റസൂൽ അങ്ങ് വരച്ചുപോയി. എന്നിട്ട് പറഞ്ഞു ഈ ഓരോ വരകളും ഈ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് മനുഷ്യരാശിയെ തെറ്റിക്കുന്ന വഴികളാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് ആയത്തോദ. ഏതാ ആയത്തെന്നറിയോ? 6-ാമത്തെ അധ്യായം സൂറത്ത് അൻആമിന്റെ 153-ാമത്തെ ആയത്തോദ. ഈ നേർരേഖയെ പറ്റിയുള്ള ആയത്തോദ. വഅന്ന ഹാദാ സിറാത്തീ മുസ്തഖീമൻ ഫത്തബിഉ, ഇതത്ര എന്റെ നേരായ പാത, നിങ്ങളത് പിന്തുടരുക. വലാ തത്തബിഉസ് സുബുല, മറ്റു മാർഗങ്ങൾ നിങ്ങൾ പിൻപറ്റരുത്. ഫതഫറഖ ബികും അൻ സബീലി, അവയൊക്കെ അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് നിങ്ങളെ ചിതറിച്ചു കളയും, തെറ്റിച്ചു കളയും. വേറെ ഏത് പാത നിങ്ങൾ സ്വീകരിച്ചാലും, വേറെ ഏത് മാർഗങ്ങളിലേക്ക് നിങ്ങൾ കടന്നുപോയാലും, ഈ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ആ ഒരു രാജപാതയല്ലാത്ത വേറെ ഏത് രാജപാതയിലേക്ക് നിങ്ങൾ കടന്നുപോയാലും, അല്ലാഹുവിന്റെ ഖുർആനിന്റെ 7-ാമത്തെ അധ്യായം സൂറത്ത് അറാഫിന്റെ ഏകദേശം 10-20 ആയത്ത് ഇങ്ങനെ കഴിയുമ്പോ ലോകത്തുള്ള മനുഷ്യന്റെ ശത്രു അല്ലാഹുവിന്റെ ശത്രു, നരകരാജ്യത്തിലേക്ക് മനുഷ്യരാശിയെ വഴി നയിക്കാനായി ഇറങ്ങി പുറപ്പെട്ടവൻ പിശാച് പറഞ്ഞു പോണൊരു വാചകമുണ്ട്. എന്താണെന്നറിയോ? പിശാച് പറഞ്ഞു പഠിച്ചവനോട്, ഖാലഫ ബിമാ അഗ്വൈതനി ലഅഖഉദന്ന ലഹും സിറാത്തകൽ മുസ്തഖീം. പിന്നെ പിശാച് റബ്ബിനോട് പറയാ, നിന്റെ നേരായ സിറാത്തുൽ മുസ്തഖീമിലേക്ക് നിന്റെ അടിയാറുകൾ, ഈ ആദമിന്റെ മക്കൾ, നിന്റെ അടിയാറുകൾ പ്രവേശിക്കുന്നത് തടയാൻ ഞാൻ കാത്തിരിക്കും. സിറാത്തുൽ മുസ്തഖീമിക്ക് പ്രവേശിക്കണം തടയാൻ ഞാൻ കാത്തുക്കും. സ്വർഗത്തൊക്കെ പോണ പാതയിൽ നിന്ന് മനുഷ്യനെ തടയാൻ വേണ്ടി ഞാൻ അവിടെ ഉണ്ടാവും. എന്നിട്ട് പിശാച് പറയാ, ثُمَّ لَآتِيَنَّهُمْ مِنْ بَيْنِ أَيْدِيهِمْ وَمِنْ خَلْفِهِمْ وَعَنْ أَيْمَانِهِمْ وَعَنْ شَمَائِلِهِمْ وَلَا تَجِدُ أَكْثَرَهُمْ شَاكِرِينَ. അവരുടെ മുന്നിലൂടെയും പുറകിലൂടെയും വലതുവശത്തുകൂടെയും ഇടതുവശത്തുകൂടെയും ഞാൻ അവരുടെ അരികിൽ ചെല്ലുക തന്നെ ചെയ്യും. 4 ഭാഗത്തു നിന്നും ഞാൻ നിന്റെ അടിയാറുകളെ വലയം ചെയ്യും, മനുഷ്യമക്കളെ വലയം ചെയ്യും, ആദമിന്റെ മക്കളെ വലയം ചെയ്യും. വലാ തജിദു അക്സറുഹും ശാകിരീൻ. അവരിലധികം ആളുകളെ നീ നന്ദികെട്ടവരായി കണ്ടെത്തുറപ്പേ. ഇതാണ് റസൂലുള്ളാഹി വരച്ച വ്യത്യസ്തമായ വഴികൾ. ഈ വഴികളിലൊക്കെ ഓരോ പിശാചുക്കളെ കുത്തിയിരിപ്പുണ്ട്. ദീനിന്റെ മാർഗത്തിലൂടെ, സിറാത്തുൽ മുസ്തഖീമിലൂടെ ഇന്ന് മഗ്രിബ് നമസ്കരിച്ചപ്പോൾ നമ്മൾ നെഞ്ചത്ത് കൈവച്ചിട്ട് റബ്ബിനോട് ചോദിച്ചു പോയില്ലേ, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. അല്ലാഹുവേ, നീ ഞങ്ങളെ നേർമാർഗത്തിലൂടെ വഴി നയിക്കണേ നാഥാ. ഈ നേർമാർഗത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയാൻ റബ്ബിന്റെ ശത്രു കാത്തിരിക്കുമെന്ന് വിശുദ്ധ ഖുർആനിൽ ആ ശത്രുവിന്റെ വാക്കായി ലോകത്തിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുനാവിലൂടെ റബ്ബ് ഓതി കേൾപ്പിച്ചു തരുന്നു നമുക്ക് വേണ്ടി. എന്തായി പഠിപ്പിക്കണത്? ഈ നേരായ പാതയിൽ മനുഷ്യനെ തെറ്റിക്കുന്നതാണ്. അതുകൊണ്ട് ദീനുൽ ഇസ്ലാം അല്ലാത്ത മറ്റൊന്നും അല്ലാഹു സ്വീകരിക്കൂല. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. പാരമ്പര്യം സ്വീകരിക്കൂല, നാട്ടുനടപ്പ് സ്വീകരിക്കൂല, സമൂഹ മര്യാദകൾ സ്വീകരിക്കൂല, അസോസിയേഷന്റെ തീരുമാനങ്ങൾ സ്വീകരിക്കൂല, നാട്ടിലെ വ്യത്യസ്തമായ നിയമങ്ങളൊന്നും പഠിച്ചു ദീനായി സ്വീകരിക്കൂല, സ്വർഗത്തിന് വേണ്ടതായി സ്വീകരിക്കൂല. നമ്മളിപ്പോ അങ്ങനെ പറയാ, അത് നമ്മുടെ നാടിന്റെ നിയമത്തിനെതിരാണ്.
നമ്മളെ കൂട്ടത്തിലെ നിയമത്തിനെതിരാണ്, എന്റെ വല്യാപ്പാന്റെ കുടുംബത്തിന്റെ പശ്ചാത്തലത്തിനെതിരാണ്, എന്റെ മൂത്താപ്പാന്റെ മോന്റെ കല്യാണം അങ്ങനെയായിരുന്നു അതുകൊണ്ട് എന്റെ കല്യാണം അങ്ങനെയാവുന്ന ദീനിന്റെ കല്യാണമൊന്നല്ല. എന്റെ മൂത്താപ്പാന്റെ മോളെ കെട്ടിച്ചത് അങ്ങനെ, അപ്പൊ ഞാൻ എളാപ്പാന്റെ മോളെ അങ്ങനെ കെട്ടിക്കണം. അള്ളാന്റെ റസൂൽ എങ്ങനെ കെട്ടിച്ച്? അങ്ങനെയല്ല. റസൂലുള്ളാന്റെ മോളെ കെട്ടിച്ചത് എങ്ങനെ? അങ്ങനെയല്ല. റസൂലുള്ളാന്റെ ജീവിത രീതി എങ്ങനെ? അങ്ങനെയല്ല. എന്റെ വല്യാപ്പാന്റെ ജീവിത രീതി, വാപ്പാപ്പാന്റെ ജീവിത രീതി, ഇപ്പാപ്പാന്റെ ജീവിത രീതി, താവടി പാരമ്പര്യം, കാക്കകാരണവന്മാർ, മഹല്ലിലെ ഉസ്താക്കന്മാര് പഠിപ്പിച്ചത് ദീനെങ്ങനെയെന്നല്ല, റസൂൽ എങ്ങനെയെന്നല്ല, ഇതൊന്നും സ്വീകരിക്കല്ല. അള്ളാഹ് പറഞ്ഞു സിറാത്തുൽ മുസ്തഖീം അല്ലാത്ത, ഖുർആനും സുന്നത്തുമല്ലാത്ത വേറൊരു മാർഗം സ്വീകരിക്കൂല. വളരെ വ്യക്തമാണ്. പടച്ചിറപ്പ് തൗഫീഖ് നൽകാൻ ഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളെയും സ്വീകരിക്കേണ്ട മാനദണ്ഡങ്ങളെയും ഒക്കെ മുകളിൽ വിശദീകരിച്ചതിന് ശേഷമാണ് ഈ ആയത്ത് അള്ളാഹുവിന്റെ റസൂൽ ഓതിത്തരുന്നത്. നമുക്ക് നിങ്ങൾ ഈ ആയത്തൊന്ന് പരിശോധിച്ച് നോക്കണം. 6-ാം അധ്യായം സൂറത്ത് അൻആമിന്റെ 153, അതിന്റെ തൊട്ട് 152, 151, 150 നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. എന്തൊക്കെ നിങ്ങളെ നിയമം, എന്തൊക്കെ നിങ്ങളെ സ്വീകരിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് അള്ളാഹ് പറയാം ഇതാണ് സിറാത്തുൽ മുസ്തഖീം. അപ്പൊ ആ സ്വീകരിക്കേണ്ട നിയമമൊക്കെ അവിടെ പറഞ്ഞു. ഞാൻ അതോടെ വായിക്കണില്ല, സമയത്തിന്റെ കുറവുണ്ട്. നോക്കണേ നിങ്ങള്. എന്നിട്ട് പറയാം ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയം. അള്ളാന്റെ ദീനല്ലാത്ത ഒന്നാണോ നിങ്ങൾ ജീവിക്കുന്നത്? റബ്ബിന്റെ നിയമല്ലേ നിങ്ങൾ കൊണ്ടുവരുന്നത്? എങ്കിൽ അള്ളാഹു നിങ്ങളെ മാറ്റിമറിക്കും. അള്ളാന്റെ ദീനിന്റെ ആ ഒരു റൂട്ട് നിങ്ങൾ മാറിപ്പോകും. വേറെ മാർഗം സ്വീകരിച്ചാൽ, താവഴി സ്വീകരിച്ചാലും, പാരമ്പര്യം സ്വീകരിച്ചാലും, മഹല്ലടിസ്ഥാനത്തിലുള്ള സ്വീകരിച്ചാലും, ദീന് സ്വീകരിക്കാഞ്ഞാൽ, അള്ളാഹുവിന്റെ ദീന് സ്വീകരിക്കാഞ്ഞാൽ, അള്ളാഹുവിന്റെ റസൂലിന്റെ നിയമങ്ങൾ സ്വീകരിക്കാഞ്ഞാൽ പടച്ചോൻ പറഞ്ഞത് ഈ മാർഗം നിങ്ങൾ തെറ്റിപ്പോകുന്ന. അപ്പൊ നമ്മൾ ഏതാ സ്വീകരിക്കേണ്ടത്? അള്ളാഹ് പറഞ്ഞത്, റസൂൽ പറഞ്ഞു. വാപ്പിയും വല്യാപ്പാന്റെ വാപ്പി എന്ന് പറഞ്ഞല്ല ദീന്. അതല്ല ദീന്. അപ്പൊ എന്താ നിയമോ? അള്ളാഹ് റസൂൽ പറഞ്ഞ നിയമം നോക്കണേ നിങ്ങള്. ദീന് പഠിപ്പിച്ച വിശ്വാസം നമുക്ക് ഉണ്ടാകണം, ദീൻ പഠിപ്പിക്കുന്ന കർമ്മങ്ങൾ നമുക്ക് ഉണ്ടാകണം, അള്ളാഹ് റസൂലും പഠിപ്പിക്കുന്ന ആചാര അനുഷ്ഠാനങ്ങൾ ഉണ്ടാകണം, ചെയ്യാൻ നിർദ്ദേശിച്ചതും ഉപേക്ഷിക്കാൻ കൽപ്പിച്ചതുമായ കാര്യങ്ങൾ, ഇതൊക്കെ ദീന് അള്ളാഹ് പറയണത് റസൂൽ പഠിപ്പിക്കണ ദീൻ. ഇതൊക്കെ എന്താ നമ്മൾ തീരുമാനിക്കണം? അള്ളാഹുവിന്റെ അതിർവരമ്പുകളെ ലംഘിക്കുന്ന, അള്ളാഹു പവിത്രത കൽപ്പിച്ചവയെ മാനിക്കാത്തവരെ പറ്റി പടച്ചോൻ പറഞ്ഞു തരുമോ? അള്ളാന്റെ ദീനിന്റെ നിയമമൊക്കെ തെറ്റിച്ചു പോണവരെ പറ്റി അള്ളാന്റെ വാക്കത്തരങ്ങൾ, ഇതൊരു വല്ലാത്ത വാക്കാണ്. ഇൻഷാ അള്ളാഹ് നമ്മുടെ വിഷയത്തിന്റെ മർമ്മഭാഗത്തേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ മനസ്സിൽ അരക്കെട്ടുറപ്പിക്കേണ്ട, ഉറപ്പിച്ചു വെക്കേണ്ട, കൊത്തിവെക്കേണ്ടുന്ന ഒരു വാക്കാണ് 3-ാം അധ്യായം സൂറത്ത് ആലു ഇമ്രാന്റെ 14-ാമത്തെ വാചകം. അള്ളാഹ് റസൂലും പറഞ്ഞൊരു കാര്യം. എന്താ അള്ളാഹ് റസൂൽ പറഞ്ഞത്? അള്ളാഹ് പറയാം, ومن يعص الله ورسوله ويتعد حدوده يدخله نارا خالدا فيها وله عذاب مهين. ആരല്ലാഹുവിനെയും അവന്റെ ദൂതനെയും ധിക്കരിക്കുകയും അവന്റെ നിയമപരിധികൾ ലംഘിക്കുകയും ചെയ്യുന്നുവോ അവനെ അള്ളാഹു നരകത്തിന്റെ അഗ്നിയിൽ പ്രവേശിപ്പിക്കും. ആര്? അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും ധിക്കരിക്കുകയും. അള്ളാഹിനെയും ദൂതനെയും ധിക്കരിക്കുക, അതാ പാപം. അവന്റെ നിയമപരിധികൾ ലംഘിക്കുക, പടച്ചോൻ പറഞ്ഞോടത്തേക്കാതെ പടച്ചോൻ പറഞ്ഞതിന് അപ്പുറത്തേക്ക് പോവുക. അങ്ങനെ ചെയ്തോ അവനെ അള്ളാഹു നരകത്തിന്റെ അഗ്നിയിൽ പ്രവേശിപ്പിക്കും. ആലോചിച്ചോക്കെ, ഏത് തിന്മയിലൂടെയും സംഭവിക്കുന്ന സത്യത്തിൽ എന്താ? ഈ അള്ളാഹ് റസൂൽ പഠിപ്പിച്ച അതിർവരമ്പുകളെ ലംഘിക്കലാണ്. ഇതൊക്കെ നിങ്ങൾ ഗൗരവമുള്ളതാ വിഷയം, വളരെ ഗൗരവമുള്ളതാ വിഷയം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞുപോയി, മാ നഹൈതുകും അൻഹു ഫജ്തനിബൂ വമാ അമർതുകും ബിഹി ഫഫ്അലൂ മിൻഹു മസ്തതഅതും. സ്വഹീഹ് മുസ്ലിമിലെ 130-ാമത്തെ നമ്പർ ഹദീസ. ഞാൻ നിങ്ങളോട് വിരോധിച്ചത് മുഴുവനും നിങ്ങൾ കൈയൊഴിയുക, ഞാൻ നിങ്ങളോട് നിരോധിച്ചത് മുഴുവനും നിങ്ങൾ കൈയൊഴിയണേ. അള്ളാഹുവിന്റെ ഹബീബ് ഏതേത് കാര്യങ്ങൾ പാടില്ലെന്ന് പറഞ്ഞോ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതൊന്നും തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. കൽപ്പിച്ചതാകട്ടെ ഫഫ്അലൂ മിൻഹു മസ്തതഅതും, കഴിവിന്റെ പരമാവധി നിങ്ങൾ പ്രവർത്തിക്കുക, നന്മയായിട്ടുള്ളതൊക്കെ നിങ്ങൾ പരമാവധി കൊണ്ടുവരിക. സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വചനത്തിലടങ്ങിയ ശാസന, നിരോധിച്ചത് മുഴുവൻ കൈയൊഴിയണേ എന്ന ശാസന